എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ലാലേട്ടൻ്റെയും ദുൽഖറിൻ്റെയും നെക്സ്റ്റ് ഫേസ് തുടങ്ങാൻ പോവാണ്. മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു പരാജയ ചിത്രമാണ് ലാസ്റ്റായിട്ട് നമ്മുടെ ദുൽഖർ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് ലാലേട്ടൻ്റെ സിനിമ നോക്കിയാലും, അതായത് ബാറോസ്, മറ്റേത് കൊത്ത. ഇനി അങ്ങ് പരിപാടി മാറ്റി പിടിക്കാനുള്ള പ്ലാനാണ്. 2025 മുതൽ രണ്ടുപേരും രണ്ടും കൽപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, അത് നമുക്ക് അറിയാലോ. തെരഞ്ഞെടുക്കുന്ന സംവിധായകരും തെരഞ്ഞെടുക്കുന്ന ഇതൊക്കെ അതെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന്. അതെ, പലതും മാറാൻ പോകുന്നു. മലയാളത്തിൽ മാത്രമല്ല പുറത്തും ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവർക്ക് രണ്ടുപേർക്കുണ്ട്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെയും ദുൽഖറിൻ്റെയും അപ്കമിങ് ഫിലിംസിൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അത് മൊത്തം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ലാലേട്ടനിൽ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് സിനിമ ഋഷഭ. ശരി, ഇത് എനിക്കുള്ള പണിയാണല്ലോ. വീഡിയോ എടുക്കണം, ചെയ്യണം അല്ലേ? ഋഷഭ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, റാപ്പിംഗ് വീഡിയോ. നന്ദകിഷോറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒക്ടോബർ 16 ഇവർ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ലാലേട്ടൻ ഇതിലൊരു യോദ്ധാവായിട്ടാണ്. രാജാവ് വാളേന്ത്യ രാജാവ് എന്താവും നോക്കാം. നമ്മളതിൻ്റെ ലൊക്കേഷൻ സ്റ്റില്ലൊക്കെ കണ്ടിട്ട് നമുക്ക് ചെറിയൊരു നെഗ് അടിച്ചതാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അല്ലേ? ക്രൗൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ലെങ്കിൽ ഇത്രയും മുടക്കിൽ വരുന്ന സിനിമ, വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന സിനിമ കേട്ടോ. പിന്നെ ഷൂട്ടൊക്കെ പലയിടങ്ങളിലും പല സമയങ്ങളിലും ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ വേറെ സിനിമകൾ ചെയ്യാനായിട്ട് ലാലേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും വന്ന് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ്. ഓക്കെ, എന്തായാലും കാണാം. ബിസിനസ്മാനോ? കേക്കിന്റെ കളറുള്ള കോട്ടാണല്ലോ ലാലേട്ടൻ്റെ. അത് ശരിയാണല്ലോ. ചോക്ലേറ്റ് കൊണ്ടാണോ ആ കുപ്പായം തുന്നിയിട്ടുള്ളത്? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞ. ഓക്കെ, നമുക്കൊരു കഷ്ണം അതില്ല. എത്ര വലിയ ഒരു 5 കിലോയെങ്കിലും ഉണ്ടാവും കേക്ക്. വലിയ കേക്ക് പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു സ്റ്റേജിൽ ബിസിനസ്മാൻ എന്നുള്ള ഒരു ബാക്കിൽ എന്തോ സംഭവം ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ്റെ ഫോട്ടോ കാണാനുണ്ട്. അപ്പോൾ ആളുടെ ഈ ഒരു പോർഷനാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇന്നത്തെ പ്രസന്റ് കാലഘട്ടത്തിലുള്ള എന്തോ ഒരു സീന് അതെ, ആളൊരു ബിസിനസ്മാൻ ആയിട്ടായിരിക്കും മേ ബി ഇന്നത്തെ പ്രസന്റ് കാലഘട്ടത്തിൽ ആൾ ചെയ്യുന്നത്. പരിപാടിയിലേക്ക് പോകുമ്പോൾ യോദ്ധാവല്ല രാജാവ്. ഇത് ഇടയ്ക്കിടയ്ക്ക് യോദ്ധാവ് എന്ന് പറയും. യോദ്ധാവും രാജാവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ, എന്താണെങ്കിലും അടുത്തത് പറയാനുള്ള യോദ്ധാവിനെ കുറിച്ചാണ്. എന്താണത്? കണ്ണപ്പ. അടിപൊളി. കിരാത. അതൊരു യോദ്ധാവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ്. കിരാത എന്ന ക്യാരക്ടർ നമ്മുടെ ലാലേട്ടൻ ചെയ്തിരിക്കുന്നത് 5 പൈസ വാങ്ങാതെ കേട്ടോ. പ്രതിഫലം 1 രൂപ മേടിച്ചിട്ടില്ല എന്നാണ്. അതെ, മഞ്ജു പേര് മറന്നുപോയല്ലോട് അറിയാം. ബാക്കി വിഷ്ണു മഞ്ജു പറഞ്ഞിട്ടുള്ളത്. മഞ്ജു കറക്റ്റ് ആയിട്ട് കിട്ടി. അത് വരും. വിഷ്ണുവിനെ മറക്കരുന്നുണ്ടോ? അതെ, മറക്കില്ല. എന്തായാലും കണ്ണപ്പ സിനിമ റിലീസിനെത്തുന്നത് ഏപ്രിൽ 25 കേട്ടോ. അപ്പോൾ 5 പൈസ വാങ്ങാതെ അഭിനയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അപ്ഡേറ്റ്. നമ്മുടെയൊക്കെ സിനിമയിലൊക്കെ അതുപോലെ ഒന്നൊക്കെ അഭിനയിക്കുവോ? വിളിച്ചാൽ മതി, അപ്പൊ വരും. നോക്കിയിരുന്നോ? എന്താ മോനെ പറ്റില്ല മോനെ, ഓപ്പൺ ആയിട്ട് പറയുന്നു. അടുത്തത് ജിത്തു മാധവൻ ലാലേട്ടൻ മൂവി. മോനെ എന്താണെങ്കിലും നമുക്കറിയാം സിനിമ ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. അതെ, ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുൻപേ ഹിറ്റായ സിനിമയാണ്. ഇറങ്ങുന്നതിന് മുൻപേ ഹിറ്റ്. പിന്നെന്താ, തീർച്ചയായിട്ടും ഗോകുല മൂവീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമയിൽ സജിൻ ഗോപു പ്രധാന വേഷത്തിലുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ? അതിന് പകരം അമ്പാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലെ. എന്നാലും എന്തായാലും നമ്മുടെ രംഗണ്ണൻ ഉണ്ടല്ലോ. രംഗണ്ണൻ വരും. പിന്നെ അതുപോലെ രസമല്ലത്, നമ്മളങ്ങനെ പ്രതീക്ഷിച്ചൂടെ? അതായത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി, ഗ്യാങ്സ്റ്റർ മൂവി, ഫൺ റൈഡുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തായാലും രംഗണ്ണനില്ലെങ്കിലും രംഗണ്ണൻ്റെ വലത് കൈ എന്തായാലും കൂടെ ഉണ്ടാവില്ലേ? അതുണ്ട് സജിൻ ഗോപു. അടുത്ത മുതലാളി മിക്കവാറും ലാലേട്ടനായിരിക്കും. രംഗണ്ണനെ വിട്ടു. അതെ, അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഒരു സമയം അതെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് ശേഷം ആളുടെ കൂടെ നിൽക്കുന്ന ക്യാരക്ടർ
അടുത്തത് വെട്ടിന് എണ്ണം കൂടും. അപ്പോ എണ്ണം കൂടും. ഓരോ വെട്ടിനും ഇത്ര സന്തോഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. അമ്പോ. അടുത്തത് എമ്പുരാൻ. ഒമ്പോ. എമ്പുരാൻ സിനിമയുടെ ഫൈനൽ കട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്തായാലും നമ്മൾ ഇന്നലെ കീഴ് എപ്പിസോഡിൽ പറഞ്ഞതാണ്. പക്ഷേ അപ്ഡേറ്റ്സുകൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പോൾ ഫൈനൽ കട്ട് എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് കട്ട് 3 മണിക്കൂർ 1 മിനിറ്റ് ആയിരുന്നു. യെസ്. ആ ലാസ്റ്റ് 1 മിനിറ്റ് കട്ട് ചെയ്യരുത്. അത് കട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അതിന്റെ ഇടയ്ക്ക് അതിനിടയിലുള്ള കട്ട് ചെയ്ത് ഇങ്ങനെ കുറയണം. അതിൽ ആ ഡോൺലിന്റെ ഭാഗം കട്ട് ചെയ്തെന്നാണ് കേട്ടത്. ഡോളിയുടെ കട്ട് ചെയ്തോലോ. അറിയുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു. മുമ്പേ നമ്മൾ അറിഞ്ഞത് നന്നായി. അതിന് 3-ലേക്കാ കൊടുക്കുന്നതെന്നൊക്കെ 3-ലേക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പണ്ടാരടങ്ങാൻ. എന്താണെങ്കിൽ ഇപ്പൊ തന്നെ അറിഞ്ഞത് നന്നായിട്ട്. നിങ്ങളോട് പറയാനും പറ്റി. ഞങ്ങളുടെ ജീവനും തിരിച്ചു കിട്ടി. എന്തല്ലേ ഭാഗ്യം. ശരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? സത്യം. അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ അറിയൂല. അത് ലാസ്റ്റ് വരെ ഇങ്ങനെ ഇരുന്നേനെ. ദൈവമേ ഉണ്ട് പ്രതീക്ഷയോടെ കത്തി കയറുമ്പോഴേ അറിയുള്ളൂ. ഇല്ലായിരുന്നു. അപ്പം ആ ഒരു പ്രതീക്ഷ എല്ലാരും ഒന്നും മാറ്റി വെച്ചേക്കട്ടോ. എമ്പുരാനിലില്ല. പൃഥ്വിരാജ് പറയുന്ന പോലെ തന്നെ ഇനി പറയാം. ഈ ഫ്രാഞ്ചൈസിയിലില്ല. എന്താണെങ്കിലും അടുത്തത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ലാലേട്ടൻ്റെതായിട്ട് 2025 വരാൻ പോകുന്ന ആദ്യത്തെ സിനിമയും കൂടിയാണ് കേട്ടോ എമ്പുരാൻ. മാർച്ച് 27-നാണ് സിനിമ റിലീസിനെത്തുന്നത്. തുടരും ഓൾറെഡി മാറ്റിയാലോ. അതെ. അടുത്ത നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലല്ല കാര്യം പറയാനുണ്ട്. അതായത് ഡോണിയുടെയും മമ്മൂക്കയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഇന്നലെ മിനിഞ്ഞാന്നിട്ട ഒരു വീഡിയോ, സ്പെഷ്യൽ വീഡിയോ. അതിന് താഴെ ഇവന്മാർക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇവർ വെറുതെ മനഃപൂർവ്വം ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ അങ്ങനെ പറയും. ഇനിയിപ്പോ നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞാലും 2 കൈ നീട്ടി നമ്മൾ സ്വീകരിക്കുന്നു. അല്ല, അത്രയും അടിയുടെ എണ്ണം കുറയുമല്ലോ. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. എന്താണെങ്കിലും അടുത്തത് കൃഷാന്ത് ലാലേട്ടൻ മൂവി. സിനിമ മണിയൻ പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള ന്യൂസാണ് പുറത്തു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു മണിയൻ പിള്ള രാജു മറ്റേ ഇതല്ലായിരുന്നു ലാസ്റ്റ് ചെയ്തത്, മറ്റേ എന്താ ചോട്ടാ മുംബൈ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് ലാലേട്ടന്റെ സിനിമ. അത് അതിനുശേഷം ലാലേട്ടന്റെ അടുത്ത സിനിമ ഇതാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഗംഭീര സിനിമ ആവട്ടെ. പിന്നെ ഇത് ഞാൻ ഈ ഭയങ്കര എന്റർടൈനർ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഒരു വ്യത്യസ്തമായ, നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ ലാലേട്ടനെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമയിൽ കാണണം, ഇന്നത്തെ പുതിയ രീതിയിൽ അവതരിപ്പിക്കണം. അത് സംഭവിക്കും. അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. അത് ഉറപ്പാണ്. ഇതിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ എത്ര എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു എക്സ്പെരിമെന്റൽ മൂവി തന്നെയായിരിക്കും. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇത്രയാണ് ലാലേട്ടൻ്റെതായിട്ട് പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്സ്. അടുത്തത് ഇനി രാജകുമാരൻ പോന്നോട്ടെ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഭയങ്കര വൈബിലാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. അതായത് സാധാരണ വീഡിയോന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോ കിട്ടുന്ന ഒരു വൈബില്ലേ, അത് കിട്ടി എനിക്ക്. പണി ഞാൻ എടുക്കാം, അവൻ കേട്ട് സൂഹിക്കാം. ഞാൻ ഇനി ഒന്ന് അങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ, എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, പൊളിക്കണല്ലോ. പിന്നെന്താ ദുൽഖറിന്റെ അടുത്ത സിനിമ ആകാശംലോ ഒക്കത്താര. ഓക്കെ, ഞാൻ ഒക്കത്താര എന്ന് ചോദിച്ചു ആരാ എന്ന് ചോദിക്കും കരുതി. ഒക്കത്തെ ആരാ. ഓക്കെ, ആകാശംലോ ഒക്കത്താര സിനിമയുടെ ഷൂട്ട് സംഭവിക്കാൻ പോകുന്നു. പൂജ ആൾറെഡി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഫെബ്രുവരി 7-നാട്ടോ. ഓക്കെ, സിനിമ സംവിധാനം ചെയ്യുന്നത് പവൻ സദനയിൽ. അടുത്ത തെലുങ്ക് മൂവിയാണ്. ഇതിൽ നായികയായിട്ട് നമ്മുടെ സായി പല്ലവി ആയിരുന്നേ. സായി പല്ലവി ഒരാൾ കാത്തിരിക്കുകയായിരുന്നു. തട്ടിയടാ ഞങ്ങൾ അതിനേക്കാട്ടിലും മികച്ച സിനിമയായിട്ട് ഞങ്ങൾ വരും. ഇത് നടിക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള, അതായത് ചെയ്യാനായിട്ട് ഒരുപാടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള സായി പല്ലവിയെ ഞങ്ങൾ ആലോചിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു സായി പല്ലവിക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയിരുന്നു. ഇതിന്റെ ഒക്കെ അപ്പുറം ചെയ്യാൻ ഇനിയും വേണം കുറച്ചും കൂടി. അത് കരുതിയിട്ടായിരിക്കണം. എന്താണെങ്കിലും ആളെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ സ്വാത്വിക വീരവല്ലി ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ആളുടെ ഡിബറ്റാണ്. എന്തായാലും ദുൽഖറിന്റെ കൂടെ അല്ലേ, അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് തകർക്കട്ടെ, നല്ല സമയമായിരിക്കും. ഓക്കെ. അടുത്തത് നസ്ലൻ വേഫർ മൂവി. ഓക്കെ, ഷൂട്ട് കഴിഞ്ഞതാണ്. ഇതൊരു യൂണിവേഴ്സാണ്. അത് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്നൊരു സംഭവമാണ്. ഇതിൽ
നമ്മൾ ടൊവിനോ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആൾ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുൽഖർ ഇതിൽ ഒരു കാമിയോ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൺഫേം ആയി. ദുൽഖറും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അത് ചെറിയൊരു കൺഫ്യൂഷനുള്ള കാര്യമായിരുന്നു. അതായത് ദുൽഖർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കൺഫേം ആയി. ഇനി ആ മണിയറയിലെ അശോകല്ലേ, അതിലെ പോലും ആവാതിരുന്നാൽ മതിയായിരുന്നു. ഒരു ജസ്റ്റ് ഒരു കോളും അല്ല, ഇനി കോൾ ചെയ്യുന്നത് അതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നല്ല സിനിമ ആയാൽ മതിയായിരുന്നു. നല്ല സിനിമയാവണം, നല്ല സീനാവണം. മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നൊരു സംഭവമുണ്ട്, അത് സംഭവിക്കുമെന്നുള്ളതാണ് കേട്ടത്. മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്തത് എല്ലാവർക്കും മനസ്സിലായി. DQ40 നഹാസ് ഹിദായത്ത് മൂവി. അത് പൊളിച്ചു. അത് സന്തോഷം കിട്ടുന്ന ഒരു കാരണം ഇനി നമ്മുടെ മുന്നിലേക്ക് മലയാള സിനിമയിൽ ഒരു നായകനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു വൈബ്രേഷൻ അല്ല, ഒരു വൈബ് വേറെയാണ്. വൈബ്രേഷൻ രണ്ടും തരിപ്പുണ്ട്. എന്തായാലും അടുത്ത മലയാള സിനിമ ഇതാണ് DQ40. ഓക്കെ, അതായത് മെയിനായിട്ട് ആള് ലീഡ് ചെയ്ത് വരുന്ന സിനിമ. ഇതിൽ SJ സൂര്യ ഉണ്ട്, പെപ്പയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള ഒരു കിടിലൻ തോട്ടാണ് ഇതിൻ്റെ. സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നല്ല തോട്ടാണ്. വന്ന് കഴിഞ്ഞാൽ ഗംഭീര സാധനമാവും. പക്ഷെ നല്ല പണിയെടുക്കണം കേട്ടോ. അതെ. ഒരുപാട് പേര് നമ്മളിതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് താഴെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ തീം, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ. പിന്നെ 2-3 പേര് ഇന്നലെ വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ തീം എന്ന് ചോദിച്ചിട്ട്. തൽക്കാലം നമുക്ക് പറയാൻ വേറെ നിർവാഹമില്ല. പക്ഷേ ആ സ്പെഷ്യൽ വീഡിയോൻ്റെ തമ്പനയിൽ നോക്കിയാൽ അതിലെല്ലാം ഉണ്ട്. പറയേണ്ട ആവശ്യമില്ല, തമ്പനയിൽ പോയി നോക്കിയാൽ മതി. ആ തമ്പനയിൽ നോക്കിയാൽ അടുത്തത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാട്ടോ വന്നത്. മിസ്കിൻ ഇതില് ഓൺബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേൾക്കുന്നു. മിസ്കിൻ വരുന്നു, SJ സൂര്യ വരുന്നു. യജാതി വലുപ്പാണ് സിനിമക്ക്. അല്ലെങ്കിലും അത് വലിയൊരു സിനിമ തന്നെയാണ്. അതെ, വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അൻബറുമാണ് ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് കേട്ടോ. പോലീസാണ്. ഓക്കെ, അടുത്തത് അല്ല, ഇതിൻ്റെ ഷൂട്ട് ഫെബ്രുവരി 15 ഇതിൻ്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നീണ്ടേക്കാം. പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഇത് അടുത്ത മാസത്തിലേക്ക് ഷൂട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അറിഞ്ഞൂടാ, അത് മാറ്റൂല. ഫെബ്രുവരി തുടങ്ങിയിരിക്കും. ഓക്കെ, അടുത്തത് ദുൽഖർ സൽമാൻ സൗബിൻ സാഹിർ മൂവി. ഓക്കെ, സിനിമ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് ജൂലൈയിലേക്കാണ്. ഓക്കെ, ഒരു ബീച്ച് വൈബ് പരിപാടിയാണ്. 5 മാസം സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗോലി അതൊക്കെ ഇവിടെ തമിഴ് മൂവി ഉണ്ടല്ലോ, ഗോലി ഒഴിവാക്കിയിട്ടുണ്ടാവും. അതൊക്കെ നടക്കും, അതിൻ്റെ ഇടയിലൂടെ നടക്കും. പിന്നെ അത് മാത്രമല്ല വേറെ കൂടി ഉണ്ട്, പൂജ ഹെഗ്ഡെ നായികയാവുന്ന ഒരു തെലുങ്ക് മൂവി ഉണ്ട്, രവി സംവിധാനം ചെയ്യുന്ന സിനിമ. രവി സംവിധാനം ചെയ്യുന്ന സിനിമ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും വരാനുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് രണ്ടുപേരെ സിനിമകളുടെ അപ്ഡേറ്റ്സുകൾ. അതെ, ഇനി പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ട് ഞങ്ങൾ ഒരു 1.5 വരെ വരുന്നതായിരിക്കും. നമ്മൾ ഇന്നും ഓരോ 1.5 വരവാ. അത് നമ്മുടെ ധാരണ. അവർക്ക് അങ്ങനെ ഒരു സാധനം അര വരെ ഉള്ളൂ എപ്പോഴും. അതാണ് ഒന്ന് നമുക്ക് മാറ്റിയേക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.